परम शांति മാ ബാബുജിക കോടി കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് ശിവപുരി. എന്താണ് ശിവപുരി? ഇന്നലത്തെ വൈകുണ്ഠത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഷ്ണുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശിവപുരിയെ പറ്റിയിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശിവശക്തി ആകാരി രൂപത്തിൽ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരാണ് ബ്രഹ്മാണ്ടത്തിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും, ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു എന്ന്. എൻ്റെ സത്ത് ഗുരുവിന് ദിവ്യദൃഷ്ടിയാണ് ഉള്ളത്. ആ ദിവ്യദൃഷ്ടിയിലൂടെ നോക്കിക്കണ്ടാണ് എല്ലാം പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് ഗ്രഹിച്ച് ഗണിച്ച് അങ്ങനെയൊന്നുമല്ല പറഞ്ഞു തരുന്നത്. ആ സത്ഗുരു എന്താണോ പറഞ്ഞു തന്നത് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ശിവപുരിയിൽ ശിവശക്തി ആകാരി രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇവരാണ് ബ്രഹ്മാണ്ടത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ മേലെ 7 ലോകം, താഴെ 7 ലോകം, അങ്ങനെ 14 ലോകം. ഈ 14 ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഇവരാണ്. ശിവനെ ഇവിടെ മഹാദേവൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവർ എല്ലാ ദേവതകളെയും സൃഷ്ടിക്കുന്നു. ശക്തിയെ ഇവിടെ ആദിശക്തി എന്നാണ് പറയുന്നത്. കാരണം ഈ ശക്തി കൊണ്ടാണ് ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ നടത്തിക്കൊണ്ടു പോകുന്നത്. ആകാരി ശിവൻ, അത് കഴിഞ്ഞ് ആകാരി ശക്തി, അതായത് അർദ്ധനാരീശ്വരൻ. ഇവരാണ് വിഷ്ണുവിനെയും ബ്രഹ്മയെയും സൃഷ്ടിച്ചത്. അതുപോലെ പ്രപഞ്ചത്തിൽ എല്ലാതും നടത്തിക്കൊണ്ടു പോകുന്നത് ഈ ശക്തിയാണ്. ആകാരി ശിവനിലൂടെ ശക്തിയിലേക്ക് പവർ എത്തുകയും ശക്തിയാണ് ഈ ബ്രഹ്മാണ്ടത്തെ നടത്തിക്കൊണ്ടു പോകുന്നത്. നിരാകാരിൽ നിന്ന് ആകാരി ശിവനിൽ നിന്ന് ശക്തിയിലേക്ക് നടന്ന് അവിടെ നിന്നാണ് ബാക്കിയുള്ള ദേവീ ദേവതകൾക്കെല്ലാം പവർ കൊടുക്കുന്നത്. ശിവപുരിയെ മഹാകാരൻ ജഗത്ത് എന്നും പറയുന്നുണ്ട്. അതായത് ഗ്രേറ്റ് കാഷ്വൽ വേൾഡ് എന്നാണ് പറയുന്നത്. ഇവിടെ ആത്മാക്കൾക്ക് മഹാകാരൻ ശരീരം ആണ് ഉള്ളത്. വിഷ്ണുപുരിയിൽ എന്താണായിരുന്നു ഉള്ളത്? 50% പരംതത്വം, 50% 3 തത്വം. ഇതാണ് വിഷ്ണുപുരിയിൽ, അതായത് വൈകുണ്ഠത്തിൽ ഉള്ളത്. പക്ഷെ അതിന് മേലെയുള്ള ശിവപുരിയിൽ ഉള്ളത് 100% പരം തത്വമാണ്. വിഷ്ണുപുരിയിലേക്കാളും അതിസുഖമാണ് ശിവപുരിയിൽ ആത്മാക്കൾ അനുഭവിക്കുന്നത്. ഇതെല്ലാം കുറച്ചു നാളും അനുഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പരംധാമിലെ ഒരു ആത്മയാണ് എന്ന് വയ്ക്കുക. വിഷ്ണുപുരി കഴിഞ്ഞ് ശിവപുരി കഴിഞ്ഞ് ആണ് പരംധാം ഉള്ളത്. അപ്പോൾ വിഷ്ണുപുരിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കൂടുതൽ സുഖം, ഇതാണ് ഏറ്റവും കൂടുതൽ സ്വർഗം എന്ന് ചിന്തിച്ചു പോകും ആത്മാക്കൾ. പക്ഷെ അത്രയും സുഖമാണ് അവിടെ ഉള്ളത്. പക്ഷേ അത് സുഖത്തിൽപ്പെട്ട് ആറാടി കഴിയുന്ന സമയത്ത് അവർക്കത് മതിയാകും. പിന്നെ തോന്നും, ഇനി ഇതിനെ മേലെയും എന്തെങ്കിലും സ്വർഗമുണ്ടോ എന്ന് അവിടെയുള്ള ദിവ്യ ആത്മാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ എങ്ങനെയാണ് ശിവപുരിയിലേക്ക് പോകാൻ വേണ്ടി ജ്ഞാനം പകർന്നു കൊടുക്കുകയും തപസ് ചെയ്യുകയും ശിവപുരിയിലോട്ട് ആ ആത്മാക്കൾ പോകുകയും ചെയ്യുന്നു. അതായത് പരം ആകാശ് തത്വത്തിൻ്റെ ശരീരം ആണ് ഉള്ളത്. ഇവിടെ ആത്മാക്കൾക്ക് മഹാകാരൻ ശരീരമാണ് ഉള്ളത്. അതായത് പരം ആകാശ് തത്വത്തിൻ്റെ ശരീരം ആണ് ഉള്ളത്. ഇവിടെ 100% പരം തത്വത്തിൻ്റെ ദുനിയ ആണ് ഉള്ളത്. നമ്മുടെ
ഭൂമിയിൽ ഉള്ള പോലെ മലകൾ, നദികൾ, മരങ്ങൾ, ഫലങ്ങൾ, പുഷ്പങ്ങൾ, പലതരത്തിലുള്ളവയും അവിടെയും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പോലെയല്ല അവിടുത്തെ വായുമണ്ഡലം. അവിടുത്തെ വായുമണ്ഡലം സംഗീതത്തിൻ്റെ വായുമണ്ഡലമാണ്. സംഗീതത്തിൻ്റെ ധ്വനി അലയടിക്കുന്ന ഒരു വായുമണ്ഡലമാണ് ശിവപുരിയിൽ ഉള്ളത്. അവിടേക്ക് സെൻറ്റോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അവിടെ സുഗന്ധിതമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. മലകളുണ്ട്, അമ്പലങ്ങളുണ്ട്, എല്ലാതും ഉണ്ട്. സൂക്ഷ്മജഗത്തിൽ പള്ളികളുണ്ട്, ചർച്ചുണ്ട്, അമ്പലങ്ങളുണ്ട്. ആ അമ്പലങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്ന ആത്മാക്കളുണ്ട്. ഇതെല്ലാം ബാബുജി ദിവ്യദൃഷ്ടിയിൽ കണ്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം മേലെയുണ്ട്. അതാണ് പറയുന്നത്, നമ്മൾ സൂക്ഷ്മ ജഗത്തിൽ എന്താണോ നടക്കുന്നത് അതാണ് സ്ഥൂൽ ജഗത്തിലും നടക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവങ്ങളും ബ്രഹ്മാണ്ടവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. യഥാ ബ്രഹ്മാണ്ഡേ തഥാ പിണ്ഡേ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ശിവപുരിയിൽ ഒരുപാട് ആത്മാക്കൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വിഷ്ണുപുരിയിലേക്കാളും ഇവിടെയാണ് സുഖം കൂടുതൽ, പരം സുഖം കൂടുതൽ എന്ന് ആ ആത്മാക്കൾ മനസ്സിലാക്കുകയും അവിടെ ഒരുപാട് നാള് ചിലവിടുകയും ആ സുഖത്തിൽ ആറാടി തിമിർക്കുകയും ചെയ്യുന്നു അവിടുത്തെ ആത്മാക്കൾ. പക്ഷേ എത്ര കാലം ഇവർ ഇങ്ങനെ പരം സുഖം പ്രാപിച്ച് ഇങ്ങനെ നിൽക്കും? അവർക്കും മടുപ്പ് തോന്നും. അതിനാൽ ഇതിനെയും മേലെ എന്തെങ്കിലും ലോകമുണ്ടോ? ഇവർ പരംധാമിലുള്ള മനുഷ്യരാണെങ്കിൽ, പരംധാമിലുള്ള ആത്മാക്കൾ ആണെങ്കിൽ പരംധാമിലേക്ക് പോകാൻ പിന്നെ അവിടെ നിന്ന് പുരുഷാർത്ഥം ചെയ്യും. അങ്ങനെ പരംധാമിലേക്ക് പുരുഷാർത്ഥം ചെയ്ത് സ്റ്റെപ്പായിട്ട് അവിടുത്തെ ദിവ്യാത്മാക്കൾ പറഞ്ഞു കൊടുക്കുകയും അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ക്രിയേറ്ററിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. കാരണം പറഞ്ഞാൽ ഭൂമിയിലെ ജ്ഞാൻ യോഗ സേവാധാരണ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ തന്നെ ആരെയാണോ നിങ്ങൾ ധ്യാനിക്കുന്നത് അവരെ ഒരു സെക്കൻഡിൽ നിങ്ങളുടെ ക്രിയേറ്ററിൻ്റെ അവിടെ പോയി എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ മരിച്ചു കഴിഞ്ഞ് ദേഹം വിടുന്ന സമയത്ത് സ്റ്റെപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ പുരുഷാർത്ഥം ചെയ്ത് ആ ഓരോരോ ഡയമെൻഷനിലും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സിൽ ഓരോരോ ലെയേഴ്സും താണ്ടിയിട്ടായിരിക്കും പോകുന്നത്. ഓരോരോ ലെയേഴ്സിലും ഒരുപാട് ദിവ്യ ആത്മാക്കൾ ജ്ഞാനം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട്. ഋഷിമുനിമാരും തപസ്വി ആത്മാക്കളും അവിടെ ഇരിപ്പുണ്ട്. ആ ഏറ്റവും നല്ല ഋഷിമുനിവര്യന്മാർ അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുകയും മേലെ ലെയറിലേക്കൊക്കെ പോകുകയും ചെയ്യുന്നു. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ ദിവ്യാത്മാക്കൾ പറഞ്ഞു കൊടുക്കുകയും പുരുഷാർത്ഥം ചെയ്ത് മേലെ ലോകത്തേക്ക് പോകുകയും ചെയ്യും. ഇതാണ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബാബുജി ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഗണിച്ച് നുണ പറയുന്ന കാര്യങ്ങളല്ല ഇത്. ഇതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ചിലർ പറയും ഭഗവാനില്ല എന്ന് പറയും. പക്ഷേ ഭഗവാനുണ്ട്, പ്രേത പിശാചുക്കളുണ്ട്, ദേവതകളുണ്ട്, ഫരിഷ്തകളുണ്ട്, ഏലിയൻസുകളുണ്ട്, ഇൻഡിഗോ ചൈൽഡ്സ് ഉണ്ട്. പരഗ്രഹി ജീവൻ എന്താണ്? അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ അറിയണം. ഇതിനെ പറ്റിയിട്ട് അറിയുകയാണെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടത്തെ പറ്റി അറിയണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിവരം അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് പറയുന്നത് ബേഹദ് പരം ജ്ഞാൻ അഭ്യസിക്കാൻ. അങ്ങനെ അത് അഭ്യസിക്കുകയാണെങ്കിൽ ആ സത്സംഗം
കേൾക്കുകയാണെങ്കിൽ, അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദുഷ്ടശക്തിയെയും പേടിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഡെയിലി സത്സംഗം കേൾക്കുക, ജ്ഞാൻ യോഗ സേവാധാരണ അഭ്യസിക്കുക. ഒരു ദുഷ്ടശക്തിയെയും നിങ്ങളിലേക്ക് വരികയില്ല, നിങ്ങളെ സ്പർശിക്കുകയില്ല. നിങ്ങൾ ഒരു സെക്കൻഡ്, ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ പിടികൂടും. ഭൂമിയിലെ മായ നിങ്ങളെ പിടികൂടും. അത് 100% ഉറപ്പാണ്. കാരണം മായ അത്ര പ്രബലമാണ്. മായ ഒരിക്കലും നിങ്ങളെ മേലെ ലോകത്തോട്ട് പോകാൻ സമ്മതിക്കുകയില്ല. കാരണം ഒരുപാട് ദുഷ്ടാത്മാക്കൾ മേലെ ലോകത്തോട്ട് ഉണ്ട്. അവരാരും നിങ്ങളെ മേലെ ലോകത്തോട്ട് ഒരു കാരണവശാലും പറഞ്ഞു വിടാൻ മനസ്സ് വരില്ല. ഇവിടെ ഭൂമിയിൽ ഇരുന്ന് ഞങ്ങളുടെ അടിമയായിട്ട് ഇരിക്കണം എന്നാണ് ഭൂമിയിലെ പിശാചുക്കൾ, പ്രേത പിശാചുക്കളെല്ലാം പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഈ ജ്ഞാൻ യോഗ ഒന്നും ചെയ്യാതെ ദേഹം സുഖിച്ച് ജീവിക്കുന്നവർ പോയി ദുഷ്ടതകളും കഷ്ടതകളും എല്ലാം നിറഞ്ഞ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത്, ദേഹം വെടിയുന്ന സമയത്തായിരിക്കും ഞാൻ ഈ ഭൂമിയിൽ വന്ന് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾ ചിന്തിക്കുകയില്ല. കാരണം നിങ്ങൾ ചെറുപ്പമാണ്. ചെറുപ്പത്തിൽ സോഷ്യൽ മീഡിയയിൽപ്പെട്ട് നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറക്കം ഏതുവരെ പോകുമെന്ന് നിങ്ങൾക്കും അറിയില്ല, ആ സൂക്ഷ്മ ജഗത്തിലെ ആത്മാക്കൾക്കും അറിയുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം. ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഭഗവാൻ നിങ്ങൾക്ക് ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പരിശ്രമിക്കുക, മേലെ ലോകത്തോട്ട് പോകുക, എന്നും കർമ്മയോഗിയായി ജീവിക്കുക. ബേഹദ് കി പരം ശാന്തി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.